സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്ന് ഒരു വലിയ യാത്രയാണ് പോകുന്നത്. ഏകദേശം 71 കിലോമീറ്റർ ദൂരമുണ്ട് മണ്ണാർക്കാട് നിന്ന് പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക്. അതുമാത്രമല്ല, ഞാൻ ഈ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലുള്ള റോഡിൻ്റെ അവസ്ഥകളും നമ്മുടെ പാലക്കാടിൻ്റെ ഭംഗിയും കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ മറക്കാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെ കോങ്ങാട് പെട്രോൾ പമ്പിൽ നിന്നും CNG ഗ്യാസ് നിറച്ചിട്ടാണ് യാത്ര തുടങ്ങുന്നത്. ഞങ്ങളെല്ലാം പുറത്തിറങ്ങിയിരുന്നു, കാരണം അവിടുത്തെ നിയമം അതാണ്, പ്രത്യേകിച്ച് ഗ്യാസ് നിറയ്ക്കുമ്പോൾ. അങ്ങനെ നേരെ പറളി ജംഗ്ഷനിലെത്തി. പാലക്കാട് കുളപ്പുള്ളി ഒറ്റപ്പാലം ഹൈവേ റോഡ്. നമ്മുടെ പഴയ ഒരു പാലമുണ്ട് പറളിയിൽ. ഇത് മേൽപ്പാലം, റെയിൽവേ മേൽപ്പാലമാണ്. ആ പഴയ പാലം പുതിയ രീതിയിൽ മാറ്റി ഭംഗിയാക്കി അവിടുത്തെ ആ പഴയ പാലത്തിൻ്റെ ആ തനിമ നിലനിർത്താൻ അവിടുള്ള പഞ്ചായത്തിലെ ആളുകൾ ഒരു ചർച്ചയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ മഴക്കാലം കൊണ്ട് എന്താ അറിയില്ല, എന്നിരുന്നാലും നമ്മളെല്ലാം ഈ യാത്രകളിൽ ഇത് ആസ്വദിക്കുന്നവർ തന്നെയാണ്. മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് പഴയ ഒരു തോട്ടുപാലമായിരുന്നു. ഇതിൻ്റെ മുകളിലൂടെയാണ് കുറച്ചു നേരം മുന്നേ വെള്ളം പോയിട്ടുണ്ടായിരുന്നെന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ നിറയെ പായലും മാലിന്യങ്ങളും കുപ്പികളും വേസ്റ്റുകളും എല്ലാം അടിഞ്ഞ് അങ്ങനെയാണ് വെള്ളം മുകളിലൂടെ ഒഴുകിപ്പോകുന്നത്. അതുമാത്രമല്ല രസം, അതിൻ്റെ മുകളിൽ ഒരാൾ കയറി നിന്നിട്ട് എന്തൊക്കെയോ അഭ്യാസം കാണിക്കുന്ന പോലെ തോന്നുന്നു. ഇതാണ് നമ്മുടെ നാട്. മുഴുവൻ മാലിന്യങ്ങളും പുഴയിൽ മാത്രം വെള്ളം വരുമ്പോൾ കാണുന്നൊരു കാഴ്ച. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. മനോഹരമായ കാഴ്ചകളിലേക്കാണ് നിങ്ങളിനി പോകുന്നത്. അങ്ങനെ നമ്മൾ മാത്തൂർ എന്ന ഗ്രാമപ്രദേശത്തെത്തിയിരിക്കുകയാണ്. കോട്ടായി പ്രദേശമായ മാത്തൂർ. ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഗ്രാമം തന്നെയാണ് പെട്ടെന്നുള്ള കാഴ്ചയിൽ എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മൾ പാലക്കാടിൻ്റെ ഉൾഗ്രാമത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കമ്പിവേലികളോ മതിൽക്കെട്ടുകളോ അല്ല, നമ്മുടെ പഴയ പാലക്കാടിൻ്റെ ഒടിയൻ എന്ന സിനിമയിലുള്ള മുള്ളുവേലികളാണ്. റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, എന്നിരുന്നാലും അത്യാവശ്യം നല്ല നിലവാരമുള്ള റോഡ് തന്നെയാണ് ഇവിടെയുള്ളത്. ഞങ്ങൾ വണ്ടിയിൽ 3 പേരേ ഉള്ളൂ. പോകുന്ന വഴിയിലൊന്നും ആരും ഒന്നും സംസാരിക്കുന്നില്ല. ഞങ്ങൾ 3 പേരും എന്തൊക്കെയോ ആരൊക്കെയോ എപ്പോഴൊക്കെയോ സംസാരിക്കുന്ന പോലെ. അപ്പോൾ ഞാൻ നിർബന്ധിച്ചവരോട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയൂ. ഒരാൾക്ക് പറയാനുള്ളത് മൊത്തത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം, എനിക്ക് പറയാനുള്ളത് റോഡിൻ്റെ കാര്യം, കണ്ണേട്ടിന് പറയാനുള്ളത് ഇതെങ്ങനെ അവിടെ എത്തിക്കണം, തൃശ്ശൂർ വടക്കാഞ്ചേരി പാലിയേക്കരയിൽ ഇതെങ്ങനെ എത്തിക്കണം എന്നുള്ള കാര്യമാണ്. അതിമനോഹരമായ പാടത്തിൻ്റെ നടുവിലൂടെയുള്ള റോഡ്. ഇപ്പോഴാണ് ശരിക്കും ഡ്രോൺ എന്ന സംവിധാനം വേണ്ടത്. അങ്ങനെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ പഴയ ആ ഓർമ്മകളിലൂടെയുള്ള ഒരു വീതി തന്നെയാണ് പഴയ ഓട്ടുപുര, ഓടിട്ട വീടുകൾ. അത് കാണാൻ തന്നെ നല്ല രസമാണ് ശരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ധൃതി കാരണം അവിടെ 6 മണിയുടെ മുന്നേ എത്തേണ്ടത് കൊണ്ട് അത്യാവശ്യം വേഗതയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നേരെ ഞങ്ങൾക്കൊരു ചായ കുടിക്കണം. ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയൊക്കെ തിരഞ്ഞു. ഇനി നമ്മൾ നേരെ ഇടത്തോട്ടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏതോ ഒരു നാട്ടിൽ ചെന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പെട്ടെന്ന്. ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഇനിയും യാത്രകൾ തുടരേണ്ടതുണ്ട്, എന്നിരുന്നാലും നമുക്ക് ഇതെല്ലാം അറിയണം. അങ്ങനെ പഴയ ആ നാട്ടിൻ പ്രദേശത്തിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഈ യാത്രയിൽ 57 കിലോമീറ്റർ മണ്ണാർക്കാട് നിന്നും മാത്തൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്കുണ്ട്. അപ്പോൾ ഇനിയൊരു ചായ കുടിച്ചിട്ട് ആവാം ഇനി യാത്ര എന്നായി. മണിയേട്ടൻ
അങ്ങനെ ഇടതുവശത്ത് കണ്ട ഒരു എണ്ണക്കടികളും പലഹാരങ്ങളും വിൽക്കുന്ന ഒരു നാടൻ തട്ടുകടയിലേക്ക് കയറി. അവിടെ നല്ല ചമ്മന്തിയും ചൂടുള്ള ഉള്ളിവടയും ഉണ്ടായിരുന്നു. ആസ്വദിച്ച് കഴിക്കുകയാണ് രണ്ടുപേരും. ഞാനും അവരോടൊപ്പം കൂടി. നല്ല നാടൻ ചമ്മന്തിയാണ്. അങ്ങനെ ചായയെല്ലാം കൂടി കഴിഞ്ഞ് പിന്നീട് റോഡ് പ്ലാസയിലേക്കുള്ള ഒരു ഓട്ടം തന്നെയായിരുന്നു. നല്ല സ്പീഡിലായിരുന്നു കണ്ണേട്ടൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. കാരണം 6 മണിക്ക് മുന്നേ അവിടെ എത്തണം എന്നുള്ള മുന്നിൽ ഒരു വിറക് വണ്ടി പോകുന്നു. അവന് ഇടതുവശത്തേക്കും വലതുവശത്തേക്കും മാറാൻ കഴിയാണ്ടല്ല, എന്തോ പോയ പോലെ തോന്നി. കുറേ നേരം അങ്ങനെ ചെയ്തപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇതും കുഴൽമന്ദത്തിൻ്റെ ഒരു നഗരം തന്നെയാണ്, സിറ്റി, ചെറിയൊരു ടൗൺ എന്ന് പറയാം. അങ്ങനെ അത് മുന്നോട്ട് നീങ്ങി. ഇനിയാണ് പാലക്കാടിൻ്റെ ശരിക്കുമുള്ള ഒരു ഭംഗി. മുഴുവൻ പാടങ്ങളാണ്, നെൽപ്പാടങ്ങൾ, അതിൻ്റെ ഇടയിൽ തെങ്ങും തോപ്പുകളും, അതുപോലെ തന്നെ കാണാൻ നല്ല അതിമനോഹരമായ ഒരു നാട് തന്നെയാണ് പാലക്കാട് കുഴൽമന്ദം എന്ന് പറയുന്നത്. ഇവിടേക്ക് ഞാറ് നട്ടിരിക്കുകയാണ്. അങ്ങനെ തിരക്കില്ലാത്ത ഒരു റോഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു സ്റ്റിക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞപ്പോൾ മണിയേട്ടൻ പറയുകയാണ്, ഇവിടെ നിന്നും ഒരു ചീമക്കൊന്ന വടി വെട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെന്നെ കളിയാക്കി കൊണ്ടേയിരുന്നു. ഈ ഭാഗത്ത് കൂടുതലും കരിമ്പനകളുണ്ട്. അത് കുറേ ആളുകൾ വെട്ടി നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം നമ്മുടെ പാലക്കാടിൻ്റെ ഏറ്റവും മഹിമയായിട്ട് നിൽക്കുന്നത് കരിമ്പനകളുടെ നാട് എന്നാണ്. കുറേ ആളുകൾ അതിനെ വെട്ടി നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കുറച്ചു മുന്നേ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇടതുവശത്ത് കൂടെ തമിഴ്നാട്ടിലെ സ്ത്രീകളാണ് ഇവിടെ ജോലിക്ക് വന്നിട്ടുള്ളത്. അവർ ജോലി കഴിഞ്ഞ് മടങ്ങി പോകുന്ന കാഴ്ചയാണ് വൈകുന്നേരത്ത്. അതിമനോഹരമായ നാട്ടിൻ പ്രദേശം. അവസാനം നമ്മൾ കുഴൽമന്ദം എന്ന ജംഗ്ഷനിലെത്തി. ഇതാണ് പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലുള്ള കുഴൽമന്ദം ജംഗ്ഷൻ. ഇവിടെ റോഡിൻ്റെ പണി ഇനിയും നടന്നിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നു. ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുന്നു എന്ന് നമ്മുടെ പിണറായി സർക്കാർ പറയുകയല്ലാതെ ഒരു മാറ്റവും ഇവിടെ കാണുന്നില്ല. റോഡ് ടാക്സ് അടച്ചു പോകുന്ന നിരവധി വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നു ഓരോ ദിവസവും. അതൊന്നും കാണാതെ ഖജനാവിലേക്ക് കാശ് ഫൈനായിട്ട്, ക്യാമറകളായിട്ട്, ഹൈവേയിൽ നിരവധി ക്യാമറകളുണ്ട്. അവർക്ക് പോകുന്ന വഴികളിലാണ് നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ സർക്കാരിൻ്റെ കാര്യങ്ങളെ സ്മരിച്ചുകൊണ്ട് നേരെ പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലേക്ക് കയറി. അങ്ങനെ വാഹനം സ്പീഡിൽ പോവുകയാണ്. വലതുവശത്തു നിന്നും സ്പീഡ് ട്രാക്കിലൂടെ പോകുന്ന വാഹനങ്ങൾ, അല്ലെങ്കിൽ ഓരോ വാഹനത്തിനും പോകേണ്ട കറക്റ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ചില വാഹനങ്ങൾ അതിലൂടെ അല്ലാതെ, എന്നാൽ ചില വാഹനങ്ങൾ നല്ല നേരായ ദിശയിലൂടെയും പോകുന്നതാണ്. അങ്ങനെ ഇടതുവശത്തും വലതുവശത്തും അടിപൊളി പാടങ്ങളാണ്, നെൽപ്പാടങ്ങൾ. ഞാറ് നട്ട് മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കരിമ്പനകളുള്ള ഒരു പാലക്കാടിൻ്റെ പ്രത്യേക ഭംഗിയാണ് അവിടെ കാണാൻ കഴിയുന്നത്. അടിപൊളി സ്ഥലം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു നാടുണ്ടെങ്കിൽ അത് നമ്മുടെ പാലക്കാട് തന്നെയാണ്. അങ്ങനെ ഹൈവേയിലെ കാഴ്ചകൾ ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. വാഹനങ്ങൾ കൂടുതലും ലോറികളാണ് സ്പീഡ് ട്രാക്കിൽ കയറി പോകുന്നത്. സ്പീഡ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ അവർക്കറിയാമെങ്കിലും ഞാൻ ആ വഴിയിലൂടെ പോകും, നീ വേണമെങ്കിൽ മാറിപ്പോയിക്കോ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഡ്രൈവിംഗ്. ക്യാമറ വരുന്ന ഭാഗത്ത് അവർ കറക്റ്റായിട്ട് ലൈൻ ട്രാഫിക് തെറ്റിക്കാതെ പോകും. കൂടുതലും ഇവിടെ
സ്പീഡിൽ പോകുന്നത് ബസ്സുകളാണ്. പാലക്കാട് നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്ന KSRTC ഉണ്ട്, പ്രൈവറ്റ് ബസ്സുമുണ്ട്. പിന്നെ കൂടുതലും എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കാറുകളിലും വേഗത കൂടുതലാണ്. അത് സ്പീഡ് ട്രാക്കിലൂടെ മാത്രമാണ് കാറുകൾക്ക് പോകാനുള്ളൂ. അപ്പോൾ ക്യാമറ വരുമ്പോൾ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഇവർ ആ സ്പീഡിൻ്റെ ലിമിറ്റിനനുസരിച്ചിട്ട് ഇവർ വാഹനം ഓടിക്കും. എവിടെ പോയാലും ഉണ്ടാകും തലതിരിഞ്ഞ ആളുകൾ എന്ന് പറയും പോലെ ബൈക്കുകാർക്ക് സ്പീഡ് ട്രാക്ക് ഏതാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത്. അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോയി. ഇവിടെ സ്പീഡ് ട്രാക്കിന് എന്ത് പ്രാധാന്യം എന്ന് കരുതി പോകുന്ന ബൈക്കുകാരെ കാണാൻ കഴിഞ്ഞു. അവർക്കറിയാഞ്ഞിട്ടല്ല, എന്നിരുന്നാലും എനിക്കിങ്ങനെയാണ് പോകാൻ കഴിയുക എന്നുകൂടി. വീഡിയോ എടുക്കുമ്പോൾ ഒരു ഹെഡ്ലൈറ്റ് മിന്നിച്ച് തരുമെന്ന പ്രതീക്ഷയിൽ ഞാനും കുറേ നേരം വീഡിയോ എടുത്തു. ഒരു രക്ഷയുമില്ല. അങ്ങനെ പോകുമ്പോൾ ഈ സെൻട്രൽ ലൈനിൽ കുറേ കാടുകൾ പിടിച്ച് കിടക്കുന്ന പോലെ തോന്നി എനിക്ക്. അതെല്ലാം എന്ന് വെട്ടിത്തരുമെന്തോ ആർക്കറിയാം. ഞങ്ങളുടെ മുന്നിലൂടെ ഒരു കൂറ്റൻ ട്രക്ക് പോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. വെറുതെ ബാക്കിലോട്ട് നോക്കിയപ്പോൾ അവിടെയുണ്ട് വാഹനങ്ങൾ. എന്നാൽ ഇവരാരും ബ്രൈറ്റ് ലൈറ്റ് മിന്നിച്ച് കാണിക്കുന്നില്ല. കാരണം അവർ വേറെന്തൊക്കെയോ ചിന്തയിലാണ് പോകുന്നത്. പോയിക്കോട്ടെ എന്ന് ഞാനും കരുതി. പക്ഷേ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, നമ്മുടെ പ്രതീക്ഷകൾ എപ്പോഴും മുന്നോട്ട് തന്നെയല്ലേ. അങ്ങനെ ഏതോ ഒരു ഡ്രൈവർ ഹെഡ്ലൈറ്റ് മിന്നിച്ചു. എനിക്ക് വളരെ സന്തോഷമായി. പോകുമ്പോൾ കണ്ണേട്ടനും ഒന്നും മിണ്ടുന്നില്ല, മണിയേട്ടനും ഒന്നും സംസാരിക്കുന്നില്ല. എനിക്കാകെ എന്തൊക്കെയോ പോലെയായി. കുറേ ഞാൻ വീഡിയോ എടുക്കുന്നു, വാഹനങ്ങൾ പോകുന്നു, പിന്നിലോട്ട് വരുന്ന വാഹനങ്ങളെ ഞാൻ എടുക്കുന്നു. കണ്ണേട്ടൻ നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. നല്ലൊരു മികച്ച ഡ്രൈവറായിട്ട് തന്നെയാണ് എനിക്ക് അദ്ദേഹത്തെ ഈ യാത്രയിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടും ഒരു കുഴി പോലും ഞാൻ കണ്ടില്ലല്ലോ, ഇല്ല ഞങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലല്ലോ എന്നായിരിക്കും. പക്ഷേ സ്പീഡിൽ പോകുമ്പോൾ ചെറിയ കുഴികളുണ്ട്, ചെറിയ ഫുട്ബോളിൻ്റെ വലിപ്പത്തിലുള്ള ചെറിയ ആഴമേറിയ ചെറിയ കുഴികളുണ്ട്. അതെല്ലാം വെട്ടിച്ചിട്ടാണ് പോകുന്നത്. അത് നിങ്ങൾ ഈ യാത്രയിൽ കണ്ടിട്ടില്ലെങ്കിലും അത് ചില ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെ ഒരു പാടശേഖരം കൂടി കണ്ടു. നോക്കത്താ ദൂരത്തോളമാണ് ഇതിൻ്റെ അറ്റം. അടിപൊളി മനോഹരമായ ഒരു സ്ഥലം തന്നെ. പോണ ആ റോഡിൽ ആ സൈഡിലും വലതുവശത്തുള്ള ആ റോഡിലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിലും ഇടയ്ക്കിടെ ചില കുഴികൾ കാണുന്നുണ്ട്. ചിലപ്പോൾ വീഡിയോയിൽ വ്യക്തമായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആ സ്പീഡിൻ്റെ ആ ഇതുകൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. എന്നിരുന്നാലും റോഡ് വളരെ മോശമാണ്. ഏതോ ഒരു നല്ലവനായ കാർ ഡ്രൈവർ എനിക്ക് ഹെഡ്ലൈറ്റ് മിന്നിച്ച് തന്നു. എനിക്ക് വളരെ സന്തോഷമായി. ബാക്കിലുള്ള ആളുകൾ എന്തിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണെന്നും അവർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കാം. കാരണം ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള പാത എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പാലക്കാട് ഹൈവേയാണ്. അവിടെ പല കള്ളത്തരങ്ങളും ഉണ്ടായിരിക്കാം, പല കള്ളക്കടത്തും ഉണ്ടായിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. കുറച്ച് മുന്നേ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ വാഹനം പോകുന്നത് ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവർ ശരവേഗത്തിലാണ് പോകുന്നത്. ദൂരെ മഴ ഇപ്പം പെയ്യും എന്നുള്ള രീതിയിൽ ബലം പിടിച്ച് നിൽക്കുന്ന മഴമേഘം. അതാ ഒരു ക്യാമറ സിസ്റ്റം. ഇവിടെയൊക്കെ ഇപ്പോൾ പോകുന്നത് വാഹനങ്ങൾ കറക്റ്റ് ലൈനിലാണ്, കറക്റ്റ് സ്പീഡിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല വേഗതയായിരിക്കും. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചു. നല്ല അടിപൊളി മനോഹരമായ കാഴ്ചകളും നിങ്ങൾ കണ്ടു. ഇനി കുറച്ച് ഏകദേശം ഒരു 100 മീറ്റർ കഴിഞ്ഞപ്പോൾ റോഡ് തിരിച്ചു വിടുന്നു. കാരണം അവിടെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. റോഡിൻ്റെ നടുഭാഗം സൈഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഒരു വശത്തേക്കുള്ള വണ്ടികൾ 2 വശത്ത് കൂടിയാണ് കടത്തിവിടുന്നത്. ശരിക്കും ആരാണ് പൊട്ടന്മാർ എന്നാണ് ഞാനിവിടെ ചിന്തിച്ചത്. അത് പോരാഞ്ഞിട്ട് നല്ല ജോലി ചെയ്യാൻ അറിയുന്ന ആളുകളെല്ലാം ഒഴിവാക്കിയിട്ട്
അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന തൊഴിലാളികളാണ് ഇവിടെ റോഡിൻ്റെ പണി എടുത്തിരിക്കുന്നത്. അവർക്ക് അവരുടെ റോഡുകൾ എന്തെന്നത് പോലും അവർക്കറിയില്ല. പിന്നെയാണോ ഈ കേരളത്തിലെ റോഡുകൾ എന്ന രീതിയിലായിരിക്കും അവർ ജോലി ചെയ്യുന്നത്. അവർ വിഷാദത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇവരെന്തോ സംഭവം എടുക്കുന്ന പോലെ. ഇവർക്കൊന്നും ഈ റോഡിൻ്റെ കാര്യങ്ങളും ഒന്നും അറിയാത്ത ആളുകളാണ് ശരിക്കും. അവരെയാണ് ഈ റോഡിൻ്റെ പണി മുഴുവൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ആലത്തൂർ ചെറിയ ഒരു ടൗണാണ്. സീബ്ര ലൈനും അതേപോലെ ട്രാഫിക്കിൻ്റെ സിഗ്നലിനും കടന്ന് ഞങ്ങൾ നേരെ വടക്കാഞ്ചേരി എത്താറായിരിക്കുന്നു. ഇവിടെ കൂടുതലും മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. പ്രത്യേകിച്ച് നമുക്ക് സൗന്ദര്യം ആസ്വദിക്കണം, പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചു നേരം ഈ ആലത്തൂർ, വടക്കാഞ്ചേരി, കുഴൽമന്ദം ആ ഭാഗത്തെല്ലാം നിന്ന് കാണാൻ കഴിയും. അങ്ങനെ ഞാൻ റോഡിൻ്റെ നടുക്ക് കയറി ചെറിയൊരു പ്രസംഗം നടത്തി. പ്രത്യേകിച്ച് നമ്മുടെ സർക്കാരിൻ്റെ കാര്യം, മുഹമ്മദ് റിയാസിനെ കുറിച്ചിട്ട് കുറേ നേരം ഞാൻ സംസാരിച്ചു. കാരണം അതൊന്നും ആരും കേട്ടില്ല. പോകുന്ന വാഹനത്തിലെ ഡ്രൈവർമാർ എന്നെ നോക്കി എന്തൊക്കെയോ പറയുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഇത് നമ്മുടെ കേരളമാണ്, ഇവിടെ ഒന്നും നടക്കില്ല, നടക്കുമില്ല, നടത്തുകയുമില്ല, നടത്തിക്കുകയുമില്ല. അതാണ് ഇവിടുത്തെ രീതി, ഇവിടുത്തെ സിസ്റ്റം. അതാ പോകുന്ന ഒരു KSRTC. ഒന്നും അറിയില്ല അവർക്ക്. വണ്ടി എടുക്കണം, വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിപ്പിക്കണം, ആ രീതിയിലുള്ള ചിന്തയാണ്. കാരണം കറക്റ്റായിട്ട് ഡ്രൈവിംഗ് അറിയുന്നവർ ഇപ്പോൾ ആരാണുള്ളത്? മഴ ചിലപ്പോൾ ഇപ്പോൾ പെയ്യുമെന്ന രീതിയിൽ മഴക്കാരനെ ഞാൻ നോക്കി നിന്നു. മഴ പെയ്യില്ല. സൂര്യൻ ഇടയ്ക്ക് വരുന്നു, ഇടയ്ക്ക് പോകുന്നു. എന്തൊരു ഭംഗി കാണാം. അങ്ങനെ കുറേ ദൂരം ഹൈവേയിലൂടെ തന്നെ പോയി. കുറച്ച് എത്തിയപ്പോൾ ഒരു ട്രാഫിക് ജംഗ്ഷൻ എത്തി. അവിടെ ഇനി കുഴി കണ്ടില്ല എന്ന് പറയുന്നവർക്ക് ഈ ചെറിയ കുഴികൾ തന്നെ മതി അപകടമുണ്ടാവാൻ. പ്രത്യേകിച്ച് ബൈക്കുകാർക്ക് അല്ലെങ്കിൽ കാറുകാർക്ക്. ഇതൊക്കെ അടക്കാനുള്ള സംവിധാനമാണല്ലോ നമ്മൾ ടോൾ എന്ന് കൊടുക്കുന്നൊരു പരിപാടി. അങ്ങനെ സിഗ്നലിൽ പച്ച ലൈറ്റ് വീണു. നേരെ വടക്കാഞ്ചേരി ലക്ഷ്യമാക്കി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഈ കുറച്ച് ദൂരം എന്ന് പറയുമ്പോൾ എത്ര ദൂരം ഉണ്ടാവും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കും അതിൽ നിന്നൊരു കണക്ക് കിട്ടുന്നില്ല. അതാ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും കുഴികൾ. അവിടെയും കുഴികളുണ്ട്. ഈ പോകുന്ന ആ സൈഡിലും കുഴികളുണ്ട്. ദൂരെ ഒരു വലിയ ഒരു ഹോസ്പിറ്റൽ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേര് വായിക്കുമ്പോൾ തന്നെ എന്താ പോലെ. നിരവധി രോഗികളുണ്ട് ഈ ഹോസ്പിറ്റലിൽ. അതും പണക്കാരായ രോഗികൾ മാത്രം. പാവപ്പെട്ടവർക്ക് ഇവിടെ വേണമെങ്കിൽ വരാം, പക്ഷേ പൈസ ഉണ്ടാവണം കയ്യിൽ. അത്രയും വലിയ ആ ബിൽഡിങ്ങിൻ്റെ ഉയരം കണ്ട് തന്നെ അറിയാം എത്രത്തോളം അവിടുത്തെ ചികിത്സ അടിപൊളിയായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തുള്ള ചികിത്സകളെല്ലാം നമ്മൾ കേരളത്തിൽ ചില വാർത്തകൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ കുറേ ദൂരം വാഹനത്തിൽ ഇരുന്ന് മടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ ഒരു അക്യുഡേറ്റ്, മനോഹരമായൊരു അക്യുഡേറ്റ്. അവിടെ കുറേ ആളുകൾ ഇരുന്ന് സംസാരിക്കുന്നു. അവരുടെ വിഷമങ്ങൾ അവർ പങ്കുവയ്ക്കുന്നു. അവിടെ നിന്നും തന്നെ അത് എല്ലാ വിഷമങ്ങളും ഇറക്കി വെച്ചിട്ട് അവർ പോകുന്നു. പിന്നെ ഈ സാധാരണ ഇതുപോലുള്ള റോഡുകളിൽ നമ്മൾ ഇതേപോലുള്ള സിസ്റ്റം കാണാറില്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളുകളായിരിക്കാം നിങ്ങൾ. എന്നിരുന്നാലും നമ്മുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു സവിശേഷത ഇതാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു ഒറ്റ വരിയിലൂടെ 2 വാഹനങ്ങൾ പോവുക. ആ സൈഡിൽ വലതുവശത്തുള്ള ആ റോഡിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ പ്രശ്നങ്ങൾ പെട്ടെന്ന് നീക്കാനാണല്ലോ ഇവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും ഉള്ളത്. അതൊന്നും നീക്കാതെ കുറേ ടാർപ്പായും കുറേ ട്രാഫിക്കിൻ്റെ വേണ്ടാത്ത ചില സൈൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വാഹനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. പറഞ്ഞാലും കേട്ടാലും നാണമില്ലാത്ത ഈ സർക്കാരിനെതിരെ ഞാൻ ഈ റോഡിൽ കിടന്നാലോ എന്ന് കൂടി ചിന്തിച്ചു.
വേഗത്തിൽ പോകേണ്ട ഒരുപാട് ആളുകളുണ്ടായിരിക്കാം, പ്രത്യേകിച്ച് ആംബുലൻസേക്കാളും സ്പീഡിലാണ് ഇപ്പോൾ KSRTC ബസ്സുകൾ പോകുന്നതെന്ന് ആരോ പറഞ്ഞു. ആവശ്യമില്ലാതെയും ആവശ്യത്തിനനുസരിച്ചും ഇവിടുത്തെ റോഡുകളിലുള്ള ഓരോ സൈൻ ബോർഡുകൾ വെച്ചാൽ തന്നെ പകുതി അപകടങ്ങളും പകുതി പ്രശ്നങ്ങളും മാറുമെന്നാണ് ഞാൻ ഈ യാത്രയിൽ മനസ്സിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നൊരു രീതി തന്നെയാണ് ഇപ്പോഴുള്ള ആളുകൾക്ക്. ഇനി സർക്കാരിനെ ഞാൻ കുറ്റം പറഞ്ഞു എന്നല്ല പറയുന്നത്, ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതും സർക്കാർ തന്നെയാണ്. അങ്ങനെ നമ്മൾ വടക്കാഞ്ചേരി ജംഗ്ഷനിലെത്തി. അടിപൊളി സ്ഥലം തന്നെയാണ് വടക്കാഞ്ചേരി. എന്നിരുന്നാലും ഇവിടെയുമുണ്ട് റോഡിൽ കുഴികൾ. അങ്ങിങ്ങായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ കുഴികൾ മാത്രമാണെന്ന് കാര്യം. പക്ഷേ ബൈക്കുകാർക്ക് ഇത് വളരെ പേടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മനോഹരമായ ഒരു അസ്തമയ സൂര്യൻ്റെ ദൃശ്യം കുറേ നേരം ഞാൻ നോക്കി നിന്നു. ഇവിടെയുമുണ്ട് വാഹനങ്ങളെ അലസോരപ്പെടുത്തുന്ന കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ടോൾ പ്ലാസയിലെത്തി. ഇവിടെ നിന്നും വലത്തോട്ട് തിരിയണം. ഇത് സത്യം പറഞ്ഞാൽ ഒരു ജനറേറ്റർ കൊണ്ടുവരികയായിരുന്നു ഇവിടേക്ക്. അതിൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ഈ ടോൾ പ്ലാസയിൻ്റെ മുൻഭാഗത്തിരുന്നത് ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടു. എല്ലാവർക്കും ധൃതിയാണ്, പണമടയ്ക്കുക, വേഗം ഇവിടുന്ന് കഴിച്ചിലാവുക എന്നുള്ള ഒറ്റ സിസ്റ്റം. ഞാൻ അവിടെ നിന്ന് കുറേ നേരം പ്രസംഗിച്ചു. ഒരു കാര്യവും എനിക്ക് തോന്നിയില്ല, കാണുന്നവർക്കും തോന്നിയില്ല. ഓരോ വഴികളാണ് പണമടച്ച് പോകേണ്ട ഓരോ വഴികൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ചിലന്തി വല നെയ്തിട്ട് നമ്മൾ ചെറിയ പ്രാണികളായാലും വലിയ പ്രാണികളായാലും അതിന് കൊടുക്കാനുള്ളൊരു വഴി തന്നെയാണ്. പക്ഷേ വരുന്ന വഴി റോഡുകൾക്ക് ഒരു മാറ്റവുമില്ല. പഴയ നാട്ടിലുള്ള കുന്നുകൂലികളും നിറഞ്ഞ റോഡുകളെ പോലെ തന്നെയാണ്. ഇതാണോ ഇത്രയും പണം മുടക്കി മറ്റുള്ള യാത്രക്കാരെ കൂടി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണിത്. പറയുമ്പോൾ ആർക്കും ഇനി കുഴി പൊട്ടരുത്. കാരണം നിങ്ങളെല്ലാം ഒരു ദിവസം ഈ റോഡിലൂടെ പോകുന്ന ആളുകളായിരിക്കാം. നമുക്ക് നാളെ നല്ലൊരു റോഡിനായിട്ട് നാളെ നല്ലൊരു അധികാരിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം. ഇനി ഞാനൊന്ന് പറയട്ടെ നിങ്ങളോട്, അടുത്തത് നിങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്യുന്നത്, ആരെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അവരോട് തന്നെ നിങ്ങൾ കാര്യം പറയുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലുണ്ടായതിനേക്കാൾ കൂടുതൽ അനുഭവവും കാര്യങ്ങളും നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ അവസാനം ടോൾ പ്ലാസയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിരുന്നു. അതായിരുന്നു ഒരു ആള്, ഒരു ലൈറ്റ് പോലും മിന്നിക്കാൻ അറിയാത്ത, മനുഷ്യത്വം എന്താണെന്നറിയാത്ത, ഡ്രൈവിങ്ങിൻ്റെ പരിഷ്കാരം എന്തെന്നറിയാത്ത ഒരു KSRTC ചേട്ടൻ പാലക്കാട്ടേക്കാണെന്ന് തോന്നുന്നു. കുറേ നേരം ഞാൻ അവിടെ നിന്ന് ഏകദേശം 6:30 മണിയായിരിക്കുന്നു. ലോറികളെ കൊണ്ട് ഇനി വൈകുന്നേരം ഇവിടെ നിറയും. എല്ലാവരും റെസ്റ്റ് എടുക്കും. കാരണം ഇവിടെ ഒരു കേരള ബീവറേജ് ഔട്ട്ലെറ്റ് ഉണ്ട്. അതുകൊണ്ട് ചില ആളുകളെല്ലാം ഇവിടെ നിന്ന് മദ്യം വാങ്ങും, ചിലപ്പോൾ അവിടെ നിന്ന് കഴിക്കും, അല്ലെങ്കിൽ പോകുന്ന യാത്രയിൽ കഴിക്കും. നല്ലൊരു സംഭവം തന്നെയായിട്ട് എനിക്ക് തോന്നിയത്. പോകുമ്പോൾ നല്ല മഴ ഇടയ്ക്ക് പെയ്തിരുന്നു, ഇടയ്ക്ക് തോരും. വൈകുന്നേരമാകുമ്പോഴാണ് ശരിക്കും ഈ പാലക്കാട് തൃശ്ശൂർ ഹൈവേയിൽ വാഹനങ്ങളുടെ തിരക്ക് കൂടുന്നത്. അങ്ങനെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും ഇനിയും.